ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് RSUവിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രിക്കുകളാണ്. നല്ല പോലെ ഏൺ ചെയ്യാൻ പറ്റിയുള്ള ട്രിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക. നല്ല നല്ല വീഡിയോസാണ്, സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാം. പൈസ പോയവർക്കാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പൈസ നല്ല രീതിക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല രീതിക്ക് നമുക്ക് ഗ്രൂപ്പിലും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലാസ്റ്റ് കാണിക്കാം. ഗ്രൂപ്പിലും മറ്റും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് 2 ടൈമിൽ പ്രഡിക്ഷൻ ഇടുന്നുണ്ട്. 2 വിന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല രീതിക്ക് മന്ത്ലി ഒരു പാസീവ് ഇൻകം പോലെ ഉണ്ടാക്കാൻ പറ്റും. 5K to അൺലിമിറ്റഡ് ആണ് മണിയും കാര്യങ്ങളൊക്കെ. അത്ര ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് കാണിച്ച എന്താണ്, ഒരു 100 രൂപ നമ്മൾ ബെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ട്രെൻഡ് ഫസ്റ്റ് നോക്കുക. ഇപ്പോൾ ഏത് ട്രെൻഡാണ്, ബിഗ് ബിഗ് ബിഗ്, സ്മോള് ബിഗ്, പിന്നെ ഏതാണ് സ്മോള്, പിന്നെ അടുത്ത് എന്താണ് വരാൻ ചാൻസ്, ഒരു സ്മോളാണ് അടുത്ത് നെക്സ്റ്റ് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്മോളിലൊരു ബെറ്റ് വെച്ചു. കണ്ടോ, ആ ട്രെൻഡ് നോക്കുക നിങ്ങൾ, ആദ്യം തൊട്ട് നോക്കുക. സ്മോള് ബിഗ് സ്മോള്, പിന്നെ ബിഗ് ബിഗ് ബിഗ്, പിന്നെ സ്മോള് ബിഗ് സ്മോള്. അടുത്ത് എന്ത് ചെയ്യണം, സ്മോളായിരിക്കും വരാൻ ചാൻസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് സ്മോൾ നമ്മളൊരു ജസ്റ്റ് 100 രൂപ കാണിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിക്ക് വിന്നായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് അവിടെ കാണുന്നത്, നമ്മുടെ ഹിസ്റ്ററിയാണ്. നോക്കിക്കോളി. ഓക്കെ, പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ കിട്ടില്ല. അടുപ്പിച്ച് നമ്മളൊരു എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന കറക്റ്റ്, അതായത് അടുപ്പിച്ച് ട്രെൻഡ് ബിഗ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, അടുപ്പിച്ച് ബിഗ് അല്ലെങ്കിൽ സ്മോൾ ആ ട്രെൻഡ് പോവില്ല. അപ്പോൾ അടുപ്പിച്ച് ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ട്രെൻഡ് ഏതാണ് നോക്കുക. അപ്പോൾ ചാർട്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിഗ് സ്മോള് ബിഗ് പിന്നെ സ്മോള് ബിഗ് സ്മോള്, അടുത്ത സ്മോളാണ് വരിക പറഞ്ഞാൽ അത് നമുക്ക് ലോസായി. പിന്നെ കാരണം എന്താ, ട്രെൻഡ് ചേഞ്ച് ആയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബിഗിൽ വെച്ചു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് ആയതാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഏതാണോ ആ ട്രെൻഡിൽ ബ്രേക്ക് ആയത്, ആ ട്രെൻഡിൽ നമ്മൾ വെച്ചു. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക എന്ന്. നമ്മൾ ആ ഒരു ട്രെൻഡ് പാറ്റേണിൽ നമുക്ക് പോകാം. കണ്ടോ, അതും ലോസായി. കാരണം അപ്പോഴും വേഗം എന്ത് ചെയ്തു, ട്രെൻഡ് ചേഞ്ചായി. നല്ല രീതിക്ക് ട്രെൻഡ് ചേഞ്ച് ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏത് ഇതിലാണ് പോകുന്നത്, ബിഗ് സ്മോള് ആ ഒരു പാറ്റേണിലാണിത് പോകണത്. അങ്ങനെ ആവുമ്പോൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ആക്കുക, നമ്മൾ നോക്കുക, നന്നായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ട്രെൻഡ് ഈ ഒരു രീതിക്കായിട്ട് ചേഞ്ച് ആയിട്ട് പോവുക. അപ്പോൾ അടുപ്പിച്ച് പോകുമ്പോൾ നമ്മൾ അടുപ്പിച്ച് ഒരിക്കലും കളിക്കരുത്. നമ്മൾ നന്നായിട്ട് നോക്കുക. കാരണം ഈ ട്രെൻഡ് അപ്പോൾ എന്താണ്, ബിഗ് സ്മോള് ആ പറഞ്ഞ ട്രെൻഡ് ഇപ്പോൾ മനസ്സിലായല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ട്രെൻഡിൽ വെച്ച് കളിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ പോണ ട്രെൻഡ് നമുക്ക് മനസ്സിലായി ഏതാ ട്രെൻഡ് എന്ന്. അപ്പോൾ ആ ട്രെൻഡിൽ നമ്മളിതാ ഒരു എത്ര രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്, ബിഗിലാണ് നമ്മൾ വെച്ചേക്കണം. നോക്കുക, ട്രെൻഡ് സിമ്പിളാണ് പറഞ്ഞാൽ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്ത് വന്നിരിക്കുന്നു, ലോസാണ് വന്നിരിക്കുന്നത് നമുക്ക്. അപ്പോൾ അതിന് റീസൺ എന്താ, ഇങ്ങനെ വരാൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് 4 എത്ര വട്ടം വന്നു, 2 വട്ടം വന്നു. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. കാരണം ഇതേപോലെ വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അതിനെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ചില ടൈപ്പ് സ്റ്റേജുകളിൽ സ്മോള് ഇപ്പോൾ 4 ആണെങ്കിൽ അല്ലെങ്കിൽ നമ്പറുകളോ സ്മോളുകളോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അടുപ്പിച്ച് അങ്ങനെ വന്നിട്ടുണ്ടാവും. അതെന്താണ്, അത് ആ ഒരു ഗ്യാപ്പിന് ഇതാക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് ആ ഫണ്ട് കൂടുതൽ വരിക, ഓവർഫ്ലോ ആവുക, ആ ടൈമിലുള്ള ഒരു ഇതാണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾ ലൈവായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് അത്രയും എന്താണ്, മനസ്സിലാക്കാൻ പറ്റിയൊരു സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. കണ്ടോ, വിന്നായില്ലേ, എത്ര രൂപ വിന്നായിരുന്നു സിമ്പിളായിട്ട്. മാക്സിമം എത്ര ലെവൽ നമുക്ക് പോയിട്ടുണ്ട്, വളരെ കുറച്ച് ലെവലേ നമുക്ക് പോയിട്ടുള്ളൂ, 4 or 5 ആയിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക,
നമ്മുടെ ഗ്രൂപ്പാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് എന്താണ് നമ്മൾ ഇത്രയും ലൈവായിട്ട് ഈ കാര്യം ഇത്രയും 2-3 ലോസ് പോയതിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എന്താണ് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലിടുന്നതും നമ്മൾ എന്താണില്ല അതിനനുസരിച്ച് മെമ്പേഴ്സാണ് അതിലുള്ളൂ. അതിനുള്ള മെമ്പേഴ്സ് മാത്രമാണ് നമുക്ക് എന്തുള്ളൂ ഈ ഗ്രൂപ്പിലുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഗ്രൂപ്പിൽ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പറയേണ്ടത് ഈ ഗ്രൂപ്പിൽ നല്ല രീതിക്ക് എവിടെയാണ് പ്രോബ്ലം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊഡിക്ഷനും കൊടുക്കേണ്ടത്, എല്ലാം കൊടുക്കേണ്ടത്, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.